ഒരു മനുഷ്യന്റെ ഈമാൻ ശരിക്കങ്ങോട്ട് മനസ്സിലാവണമെങ്കിൽ ഉലമാ പറയാണ്, ഒരു മനുഷ്യന്റെ ഈമാൻ ശരിക്കങ്ങോട്ട് ബോധ്യപ്പെടണമെങ്കിൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈമാൻ കറകളഞ്ഞ ഈമാൻ മനസ്സിലാവുള്ളൂ. ജീവിക്കുന്നത് ഒരു ഉസ്താദായിട്ട് ജീവിക്കുക, ചങ്ങാതിമാരൊക്കെ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും, തെറ്റ് ചെയ്യാൻ ഒരവസരമില്ല. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾ, അവിടെ ഈമാൻ കണ്ട് ശരിക്കാണ്ട് പുറത്തു വരുള്ളൂ. മറ്റേതൊക്കെ ഒപ്പിക്കലാ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ മനസ്സിലാക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉസ്താദന്മാരും മുലയന്മാരൊക്കെ ഉള്ളവരെ പറ്റിയല്ല, സാധാരണ നമ്മുടെ നാടന്മാരെന്നൊക്കെ പറയില്ലേ, നിങ്ങളെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, നിങ്ങളൊക്കെ എക്സിക്യൂട്ടീവുകളാ, VIP-കളാ. നിങ്ങൾ ജീവിക്കുന്ന ലോകം, നിങ്ങളുടെ റൂമിൽ കൂടെ കിടക്കുന്നവർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, പല രാജ്യക്കാര്, പല തോന്നിവാസക്കാര്, പല രീതിയിലും ചിന്തിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടോ? മുത്തുമണികളാണ്. ഇതാണ് ഈമാൻ. അല്ലാതെ പള്ളിയിലാണ് ജോലി, പള്ളിയിൽ തന്നെ കടന്നുറങ്ങല്, പള്ളിയിലുള്ളവരെ കാണുള്ളൂ, അവിടെ നിന്ന് കള്ളുപിടിക്കാൻ അവസരമില്ല, പെണ്ണ് പിടിക്കാൻ അവസരമില്ല, തോന്നിവാസത്തിന് ചാൻസ് ഇല്ല. കുഴപ്പമൊന്നുമില്ല, തിന്മകളെന്ന് വിട്ടുനിന്നു എന്നുള്ള കൂലി അവർക്ക് കിട്ടാൻ പോലില്ല. കാരണം they were not exposed to sin. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. അവസരങ്ങൾ കിട്ടുമ്പോ പാടുന്നുണ്ടോ, ഇതാ വിഷയം. നിങ്ങളുടെ ഈമാൻ കനപ്പെട്ട ഈമാനാണ്, കനപ്പെട്ട. അത് അല്ലാഹു അങ്ങനെ തന്നെ നമ്മളെല്ലാവർക്കും അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതാണ് അവർ, നിങ്ങൾ ജീവിക്കുന്ന കൂട്ടുകെട്ടുകളും ഇതിന്റെ ഇടയിലാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അതാണ് ആവശ്യം, അതാണ് ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും, നാളെ പരലോകത്ത് വരും. മലകളോളം ഉന്നതമായ, അത്രക്ക് മലയോളം വരുന്ന ഇബാദത്തുകളുമായിട്ട് വരും അവർ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരും. ഭയങ്കര അമല്, ഒരുപാട് ഉംറയും നിസ്കാരം സ്വലാത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. ഒരുപാട് നന്മകളുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരികയും ആ നന്മകളെ മുഴുവനും അള്ളാഹു പൊടിയാക്കി പറത്തിക്കളയും. എനിക്കിത് വേണ്ടേ എന്ന് പറയും. അള്ളാഹു തആല പറയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അവർ, ആരാണ് നബിയെ അവർ? ഹത്താ നത്തഖിയ അല്ലാ നകൂന മിൻഹും, ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ പറഞ്ഞു തരും നബിയെ. ആരെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ആരാണവർ? അവിടെന്ന് പറഞ്ഞു, ഹും മിൻ ജിൽദതികും, നിങ്ങളിൽപ്പെട്ട ആളുകളാണ്. മിൻ മില്ലതികും, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ്, മില്ലത്തുൽ ഇസ്ലാമിൽപ്പെട്ട ആളുകളാ. നിങ്ങൾ പറയുന്നതൊക്കെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബികളെ, രാത്രി നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന പോലെ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചവരാണവർ. റമളാനിലൊക്കെ ഭയങ്കരമായ സജീവമാണ്. റമളാന്റെ അവസാനത്തെ 10 പള്ളിയിൽ എഴുന്നേറ്റ് പോന്നിട്ടില്ല. ശരിയാണ്. നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ അതിലേറെയോ നിസ്കാരക്കാരാണ്. ഒക്കെ ശരിയാണ്. എന്താ പ്രശ്നം? ഇദാ ഖലൗ ബി മഹാരിമില്ലാഹി ഇൻതഹകുഹാ, അല്ലാഹുവിന് തിന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അവരത് മുതലെടുക്കും. നിസ്കാരം നോമ്പൊക്കെ ക്ലിയർ ആണ്, ഭയങ്കര ഉഷാറാ. പക്ഷേ ആരാരും അറിയാത്ത രീതിയിൽ ഒരു തിന്മ നടക്കുമെന്നറിഞ്ഞാൽ, ഒരു കള്ളത്തരം, ഒരു മോഷണം, ഒരു മുക്കല്, ഒരു പൊക്കല്, ഒരു മദ്യപാനം, ഒരു വ്യഭിചാരം, ആരാരും അറിയില്ലാത്തൊരു അവസരം അവർക്ക് വന്നാൽ അവരതിനെ അല്ലാഹുവിന്റെ ഹറാമിന് അവർ പിച്ചു ചീന്തും. അവസരം കിട്ടിയിട്ടില്ല, മനസ്സിലുണ്ടായിരുന്നു, ഒരു ചാൻസ് കിട്ടിയാൽ. എന്നോടൊരു ഐ ലവ് യു എന്നൊരു പെണ്ണും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവളെ കൂടെ പോകുമോ, ഇതാ അവന്റെ നിയ്യത്ത്. പിന്നെ അവൻ ചെയ്ത അമലൊന്നും അല്ലാഹുക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. തെറ്റ് അവസരം ഉണ്ടായാൽ ഞാൻ ചെയ്യും, ഇതാണ് മനസ്സിന്റെ ഉള്ളിലിരിപ്പ്. ഇത്തരക്കാർ തിഹാമ മലകളോളം വരുന്ന അമലുകളുമായിട്ട് വന്നാൽ പോലും പൊടിയാക്കി കളയുന്ന. എന്റെ ഇതൊക്കെ അമലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടായിട്ടില്ല. അതാണ് വിഷയം.
വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിക്കുന്നവർ നിറയെ തിന്മ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് പിന്മാറിയവൻ. അപ്പം വ്യഭിചരിക്കാതിരുന്ന എന്തേ? എയ്ഡ്സ് പേടിച്ചിട്ടാ. ഇത് അള്ളാഹിനെ പേടിച്ചിട്ടുള്ള പണിയല്ല. അവൻ പേടിച്ചത് അതാണ്. എന്താ കള്ളുടിക്കായിരുന്നത്? ഒന്നുമല്ല, ഡോക്ടർമാരൊക്കെ പറയണ്ടല്ലോ കിഡ്നി ലിവറൊക്കെ അടിച്ചു പോകുന്നു, അതുകൊണ്ട് ഞാൻ കുടിക്കുന്ന. ഇത് അള്ളാഹിനെ പേടിയല്ല. എന്റെ മുതലാളിയുടേത് മുക്കാത്തത്, എന്റെ അക്കൗണ്ട്സ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ എന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മറിമായം ചെയ്ത് കഫീലിന് അറിയില്ലല്ലോ, അവർ പഠിച്ച ആളല്ലല്ലോ, അല്ലെങ്കിൽ മാനേജർക്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നത് ഇവർ വിശ്വസിക്കുള്ളൂ, എന്തെങ്കിലും കള്ളത്തരം ചെയ്യാം. ഒന്നല്ല, ഒരു ഓഡിറ്റിങ് വരുന്നുണ്ടല്ലോ മാർച്ചിൽ, അതിൽ പിടിക്കപ്പെടുന്ന ഉറപ്പാ. എന്നാ പിന്നെ ചെയ്യുന്നത്. ഇതൊന്നുമല്ല അള്ളാഹിനെ പറ്റിയുള്ള പേടി എന്ന് പറഞ്ഞാൽ. ഇതൊന്നുമല്ല ഈ പറഞ്ഞത്. ആരും അറിയില്ല എന്നെ നീ ഉറപ്പിക്കേ. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി തിന്മ ചെയ്യാതിരിക്കുന്നവർക്ക് ആ 2 സ്വർഗം, ഒന്നല്ല ജന്നതാനി, 2 സ്വർഗമാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അള്ളാഹു നമ്മൾക്ക് സഹായിക്കുമാറാകട്ടെ. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം. അന്ന് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു പോകും. ഉമർ തങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരൻ. നിസ്കാരത്തിന്റെ അവ്വൽ സഫിൽ കാണും. വകാന യതഫഖദുഹു ഉമർ ഇദാ ഗാബ. അവർ വരാതിരുന്നാൽ ഉമർ തങ്ങൾ ചോദിക്കും, അല്ല എവിടെ ചെറുപ്പക്കാരൻ, എവിടെ എന്ന് ചോദിക്കുന്നു. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ. ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോഴാ, ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോവാൻ, അപ്പോഴാ ഒരു പെണ്ണ് മുമ്പിൽ വന്ന് പെട്ടത്. ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. അജബ്തനി ഇന്നി ഉഅ്ജിബ്തു ബിക. അതിനെ പച്ച മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ, പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ലവ് യു. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉഅ്ജിബ്തു ബിക എന്നൊക്കെ നല്ല അറബിയാണ്, നല്ല ക്ലാസിക്കൽ ലാംഗ്വേജ് ആണത്. ഉഹിബ്ബുക എന്നൊക്കെ പറഞ്ഞ പോലെ ഉഅ്ജിബ്തു ബിക, എനിക്ക് I'm mad of you. ഞാനാകെ. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത്തഖില്ലാ, നീ അള്ളാഹിനെ പേടിക്ക് പെണ്ണെ, അള്ളാഹുവിനെ പേടിക്ക്. ചെറുപ്പക്കാരി പെണ്ണ്, രാത്രിയാണ്, ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലല്ലോ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ ഓർത്തു നോക്കുക. മദീന ചെടികളും മരങ്ങളും ഈത്തപ്പനകളുള്ള നാടാണ്. അവിടെ വെച്ചാ ചോദിക്കുന്നത്, എനിക്ക് ഹാജ, എനിക്ക് നിന്നൊരു ആവശ്യമുണ്ട്. എന്ത് ആവശ്യം? തുസിബ് മിന്നി, എന്നിൽ നിന്ന് നീ എടുക്ക് എന്ന് പറഞ്ഞാൽ നീ എന്നെ പ്രാപിക്ക്, വ്യഭിചരിക്കുക എന്നാ പറഞ്ഞത്. മാലല്ലാ, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. പക്ഷെ പെണ്ണുങ്ങൾ ഭയങ്കരാണെന്നാ, അവർക്ക് ചില ടെംപ്റ്റേഷൻ ഭയങ്കരമാണ്. ഇവര് വല്ലാണ്ടെങ്കിൽ ലൂർ ചെയ്തു ചെറുപ്പക്കാരനെ പറഞ്ഞിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ വീഴാൻ പോവാണ്. ഏറ്റവും വലിയ അത്ഭുതം, ചരിത്രം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് പോലും പരീക്ഷണങ്ങൾ വരുമ്പോ പതറിപ്പോകാം. ഇതാണ് വിഷയം. നാട്ടിലെ മദ്രസയിലെ ഉസ്താദാണ്, ഖതീബാണ്, ഖാദിയാണ്, സദർ ഉസ്താദാണ്. അവസരങ്ങൾ ഉണ്ടായാൽ തിന്മകൾ ചെയ്തു പോകുന്നുണ്ട്, അല്ലേ? അവസരങ്ങൾ അള്ളാഹു എക്സ്പോസ് ചെയ്യാൻ, അവസരങ്ങൾ അള്ളാഹു ഉണ്ടാക്കുക ഒരു മനുഷ്യന്റെ ഈമാനിനെ പരീക്ഷിച്ചു കൊടുക്കാൻ. മെമ്പർമാർക്കാരെ കുത്തുപോകാനൊക്കെ നല്ല സുഖമാണ്. ഇങ്ങനൊരു ചോദ്യം ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഗൾഫുകാരന്റെ പെണ്ണ് വന്നിട്ട് ഉസ്താദെ മന്ത്രിച്ചു തരുമെന്ന് പറഞ്ഞ് റൂമുക്ക് വരിക, ഹറാമല്ലേ? അത് ഹറാമല്ലേ? അതുപോലെയുള്ള ബന്ധങ്ങൾ അല്ലേ, ചെലകൂടിക്ക് പോവാണ്. എത്ര കേസുകൾ, എന്തൊക്കെ, നമ്മൾ എന്തിനായി പല്ലുകുത്തി മണക്കണത്? ഇത് യാഥാർത്ഥ്യമാണ്. എന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടും. നിസ്കരിക്കുന്നവരെ തന്നെ പരീക്ഷിക്കപ്പെടും. അവർക്ക് സംഭവിക്കും ഇത്. ഉമർ തങ്ങൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞത്, ഈ ചെറുപ്പക്കാരന് ഞാൻ നന്മ കാണുന്നുണ്ടെന്നാണ്. ആ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ പറച്ചിൽ കേട്ട് അവരുടെ വീട് വരെ നടന്നു പോവാണ്. വീട്ടിന്റെ അകത്തേക്ക്, വാതിലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് കഴിയുമെന്നാണ്. പിശാച് ദുർബോധനം ചെയ്യും. പിശാചിനെ പറ്റി അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബലമാണ്. പിശാചിന്റെ എന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ പിശാച് പോയി പോവും.
പിശാച് ഓടും. ബാങ്ക് വിളിച്ചാൽ പിശാച് ഓടുന്ന, സുബ്ഹാനല്ലാഹ്, ഓടിയിട്ട് ശബ്ദം കേൾക്കാത്തടത്ത് പോകുന്ന. ബാങ്ക് വിളി നടക്കുന്ന നേരത്ത് അങ്ങനെയാണ്. ടൗണിൽ നിന്നൊക്കെ സർവ്വ പിശാചും ഖലീഫ സ്ട്രീറ്റിൽ നിന്നും ജവാസ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഓടിയിട്ട് ഏതെങ്കിലും ഡെസേർട്ടിന്റെ നടുവിൽ പോയി നിൽക്കുന്നുണ്ടാവും, സൗണ്ട് കേൾക്കാത്തടത്ത്. അപ്പം വരും ചെയ്യും, ബാങ്ക് നിർത്തിക്കഴിഞ്ഞാൽ അപ്പം വരും. പിന്നെ മനുഷ്യൻ തന്നെ പിശാച്ചായി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കണ നേരത്തോളം തിന്മ ചെയ്യും.